അസ്ർ നമസ്കാരത്തിന് മുമ്പ് സുന്നത്ത് നമസ്കാരം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്ര റക്അത്താണ്? അത് നിർവഹിക്കേണ്ട സമയം ഏതാണ്? അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. സുന്നത്തായ നമസ്കാരങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, തൻ്റെ നിർബന്ധമായ നമസ്കാരം വിചാരണയ്ക്ക് വേണ്ടി എടുക്കുന്ന സമയത്ത് അതിലുള്ള കുറവുകളും ന്യൂനതകളും പരിഹരിക്കാൻ സഹായകമാകുന്ന രീതിയിൽ ഐച്ഛികമായ സുന്നത്തായ നമസ്കാരങ്ങൾ ഈ അടിമ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ അള്ളാഹു മലക്കുകളോട് ആവശ്യപ്പെടും എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവ കൊണ്ട് ആ ന്യൂനതകൾ പരിഹരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം ഫർളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സുന്നത്തായ ഐച്ഛികമായ നമസ്കാരങ്ങൾ നിർവഹിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു പ്രവാചകന് ആവശ്യമായ മലമൂത്ര വിസർജനത്തിന് ആവശ്യമായ സൗകര്യവും വെള്ളവും ഒക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, സെൽ, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. അദ്ദേഹം ചോദിച്ചത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, റസൂലേ, താങ്കളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ ഒപ്പമുണ്ടാകണം, താങ്കളുടെ ഒരു കൂട്ടുകെട്ട് സ്വർഗത്തിൽ എനിക്ക് ലഭിക്കണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു, അവ ഗൈറ ദാലിക്, അതല്ലാത്ത വല്ലതുണ്ടോ? ആ സ്വഹാബി പറഞ്ഞു, റസൂൽ, എനിക്ക് അതാണ് ആവശ്യം, താങ്കളോടൊപ്പം സ്വർഗത്തിലെത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, എങ്കിൽ ധാരാളം സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് നീ ആ വിഷയത്തിൽ എന്നെ സഹായിക്കുക. അഥവാ സുജൂദുകൾ അധികരിപ്പിക്കുക എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് സുന്നത്തായ നമസ്കാരങ്ങൾ അധികരിപ്പിക്കലാണ്. സുന്നത്തായ നമസ്കാരങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് റവാത്തിബ് സുന്നത്തുകൾ. ഫർള് നമസ്കാരത്തിൻ്റെ മുമ്പോ പിമ്പോ ആയി നിർവഹിക്കുന്ന നമസ്കാരങ്ങൾക്കാണല്ലോ റവാത്തിബ് സുന്നത്ത് എന്ന് പറയുക. ആ റവാത്തിബ് സുന്നത്തുകളിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ചെയ്തതും കൂടുതൽ പ്രാധാന്യം കൊടുത്തതും ഏറെ പ്രോത്സാഹിപ്പിച്ചതുമായിട്ടുള്ളത് 12 റക്അത്തുകളാണ്. സുബ്ഹിന് മുമ്പുള്ള 2, ളുഹറിന് മുമ്പുള്ള 4, ളുഹറിന് ശേഷമുള്ള 2, മഗ്രിബിന് ശേഷമുള്ള 2, ഇശാഇന് ശേഷമുള്ള 2. ഈ 12 റക്അത്തുകളാണ് ഏറെ പ്രാധാന്യമുള്ള റവാത്തിബ് സുന്നത്തുകൾ. ഇതിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിന് മുമ്പുള്ള 2-ന് റക്അത്താ അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫിഹാ, ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും വലിയ ഖൈറാണ് അത് എന്ന് പഠിപ്പിക്കുകയുണ്ടായി. അവിടുന്ന് യാത്രയിൽ പോലും മുടങ്ങാതെ നിർവഹിച്ച റവാത്തിബ് സുന്നത്തായിരുന്നു സുബ്ഹിന് മുമ്പുള്ള 2 എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ റവാത്തിബ് സുന്നത്തുകൾ 12 റക്അത്തുകളാണ് പഠിപ്പിച്ചിട്ടുള്ളത് എങ്കിലും അതുപോലെ സ്ഥിരമായി ചെയ്യാതെ എന്നാൽ ഇടക്ക് ചെയ്തതും പഠിപ്പിച്ചതുമായിട്ടുള്ള വേറെയും സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് മഗ്രിബിന് മുമ്പുള്ള 2, അസ്റിന് മുമ്പുള്ള 4, ളുഹറിന് ശേഷം 4 പോലുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ. ഇവിടെ ചോദിച്ചതുപോലെ അസ്റിന് മുമ്പുള്ള 4 റക്അത്ത് നമസ്കാരം ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റഹിമല്ലാഹു ഇമ്രഅൻ, ഒരു അടിമക്ക് അള്ളാഹു കരുണ ചെയ്യട്ടെ, ഒരു വ്യക്തിക്ക് അള്ളാഹു കരുണ ചൊരിയട്ടെ, സ്വല്ലാ ഖബ്ലൽ അസ്രി അർബഅൻ, അസ്റിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കുന്നുവെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ ദുർബലതയും അതുപോലെ തന്നെ സിഹത്തും, ഇത് സ്വഹീഹാണോ ലഈഫാണോ എന്നൊക്കെ ചർച്ചയുള്ള കാര്യമാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പോലുള്ള ആളുകൾ ഈ ഹദീസ് സ്വീകാര്യയോഗ്യമാണ് എന്ന് അതിൻ്റെ സനദുകൾ കീറി മുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് സ്ഥാപിക്കുന്നത്, സമർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അസ്റിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് ഹദീസിൽ സ്ഥിരപ്പെട്ടത് തന്നെയാണ് എന്നർത്ഥം. പിന്നെ ചോദിച്ചിട്ടുള്ളത് അത് എത്ര റക്അത്താ എന്നാണ്. 4 റക്അത്തായിട്ടാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ സമയം എന്നത് അസ്ർ ബാങ്കിന് ശേഷമാണ്. അസ്ർ ബാങ്ക് കൊടുത്ത് അസ്റിൻ്റെ സമയമായാൽ, അസ്റിന് മുമ്പ് എന്ന് പറയുമ്പോൾ അസ്ർ സമയത്തിന് മുമ്പല്ല, മറിച്ച് അസ്ർ നമസ്കാരത്തിന് മുമ്പാണ്. അതുകൊണ്ട് തന്നെ അസ്ർ ബാങ്ക് വിളിച്ച് അസ്റിൻ്റെ സമയത്തിലേക്ക് പ്രവേശിച്ചിട്ടാണ് ആ സുന്നത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത്. അതിൻ്റെ രൂപം അത് പകലിലാകട്ടെ രാത്രിയിലാകട്ടെ സുന്നത്തായ നമസ്കാരങ്ങൾ അത് 2 റക്അത്തുകളായിട്ടാണ് നിർവഹിക്കേണ്ടത്. അപ്പോൾ ളുഹറിന് മുമ്പുള്ള 4 ആണെങ്കിലും ളുഹറിന് ശേഷമുള്ള 4 ആണെങ്കിലും അസ്റിന് മുമ്പ് ഈ പറഞ്ഞ 4 ആണെങ്കിലും 2 റക്അത്തുകളായിട്ടാണ്, അഥവാ 2 റക്അത്ത് കഴിഞ്ഞാൽ സലാം വീട്ടി വീണ്ടും 2 റക്അത്ത് നമസ്കരിക്കുന്ന രൂപത്തിലാണ് അത് നിർവഹിക്കാൻ ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.